കോളേജ് അധ്യാപകർക്ക് UGC ശമ്പള കുടിശ്ശിക നൽകിയെന്ന പ്രസ്താവന പച്ചക്കള്ളമെന്ന് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഒഴിഞ്ഞുമാറുകയാണ് സംസ്ഥാന സർക്കാരെന്നും സംഘടന വിമർശിച്ചു. കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് UGC ശമ്പള കുടിശ്ശിക ഇനത്തിൽ കേരള സർക്കാർ 750 കോടി രൂപ നൽകി എന്നുള്ള മന്ത്രിമാരുടെ പ്രസ്താവനകൾ പച്ചക്കള്ളമെന്ന് കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. യഥാർത്ഥത്തിൽ 1500 കോടി രൂപ കേരള സർക്കാർ കോളേജ് അധ്യാപകർക്ക് നൽകണം. ഇതിനുശേഷം വേണം റീഇംബേഴ്സ്മെന്റായി പകുതി തുകയായ 750 കോടി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാൻ. അത് ചെയ്യാതെ വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അധ്യാപകർക്ക് കൊടുത്ത തുക കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലെ തുകയാണ് 1500 കോടി രൂപ. ഈ തുകയിൽ 50% കേരള സർക്കാരും 50% UGC ആണ് വഹിക്കേണ്ടത്. എന്നാൽ UGC കേരള സർക്കാരിന് നൽകിയ കത്ത് പ്രകാരം ഈ 1500 കോടി രൂപ ആദ്യമേ തന്നെ അധ്യാപകർക്ക് നൽകിയതിനു ശേഷം റീഇംബേഴ്സ്മെന്റായി 750 കോടി രൂപ UGCയിൽ നിന്ന് വാങ്ങിക്കാം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1500 കോടി രൂപ അധ്യാപകർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. ആ ഒരു നടപടി പൂർത്തിയാക്കാത്തത് മൂലം ആ ഒരു സംഖ്യ കോളേജ് അധ്യാപകർക്ക് ലാപ്സായി പോകുമോ എന്നുള്ള ആശങ്കയിലാണ് കോളേജ് അധ്യാപകർ. ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഒഴിഞ്ഞുമാറുന്ന ഈ നയം സംസ്ഥാന സർക്കാർ തിരുത്തണം. ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തകർച്ചയുണ്ടാകുമെന്നും KPCTA ആരോപിച്ചു. ജനം, കോഴിക്കോട്.